I'm very fast in the walking. Okay. So, helicopter waiting. Manjuji പോയി തിരിച്ചു വന്നിട്ട് Manjuji just one. Janu, you slept off. No, I was very tired. I was really tired because I was finishing shooting from Trivandrum and coming home and without sleeping, traveling. I mantra. മന്ത്ര ഉറങ്ങിപ്പോ ഫ്ലോറില് ഞാൻ എനിക്ക് ഈ മന്ത്ര So that was my very bad incident. ഇതുപോലെ വേറെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടോ? ഓരോരോ പ്രശ്നങ്ങൾ പക്ഷെ വേറെ സേഫ് ആയിട്ട് വന്ന് ലാൻഡ് ചെയ്തിട്ട് കുഴപ്പമില്ലാണ്ട് പോയേ ഉണ്ടോ? കുറെ ഉണ്ടോ? എനിക്കും രഞ്ജുക്കെ കുറെ സംഭവിച്ചു. എന്തൊക്കെയാണോ ചെറുതൊക്കെ ഒന്ന് പറയാവോ? ഞങ്ങളും കൂടെ ഒന്ന് ചിരിക്കട്ടെ. തിരിച്ചു ബ്രൈഡ് വിളിക്കട്ടെ. ഇനി ആ പേരിൽ അതിന്റെ പേരിൽ 2 ഡോസ് വീണ്ടും കിട്ടാം. രഞ്ജുക്കെ എനിക്ക് കുറെ സംഭവിച്ചു. പക്ഷെ എനിക്ക് ടൈം ചില ഓരോ ദിവസം എനിക്ക് അതോ ഇവർ പയ്യടിക്കുന്ന അടിച്ച് എനിക്ക് ശരിയാക്കുന്ന ആഗ്രഹം. എനിക്ക് 8 o'clock ചേട്ടലയിൽ എത്തണം. എനിക്ക് അവിടെ 4 മണിക്ക് ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത് 5:30 മണിക്ക് എൻ്റെ മേക്കപ്പ് കഴിഞ്ഞ് കറക്റ്റ് 6 o'clock ഞാൻ ഇറങ്ങി ഗുരുവായൂരിൽ. ഇറങ്ങിയിട്ട് ഞാൻ നമുക്ക് ചവകാട് വഴിയുണ്ടല്ലേ അവിടെ എത്തിയിട്ട് ഞാൻ പറഞ്ഞ നേരെ പോയിക്കോ, കൊടുങ്ങല്ലൂർ എത്തിയിട്ടില്ല എനിക്ക് വിളിക്കുക. കാരണം ഇവിടെ റോഡിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ എനിക്ക് വിളിക്ക് പറയാം, ഞാൻ വേറെ റോഡ് കാണിച്ചു കൊടുക്കാം. ഞാൻ ജസ്റ്റ് കുളിച്ചുറങ്ങാൻ പറഞ്ഞിട്ട് സീറ്റിൽ ഉറങ്ങിപ്പോയി. കറക്റ്റ്ലി എണ്ണിങ്ങിട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒരു സൗണ്ട് കെട്ടി ചേട്ടാ എറണാകുളം വഴി എവിടെയാ? ദാറ്റ് പേഴ്സൺ ഈസ് സെയിങ് എവിടെയാ പോകുന്ന കെലിക്കറ്റ് എത്താറായി. ഓ നേരെ പോയോ വണ്ടി? ഗുരുവായൂർ പോണ ഒരു നേരെ എത്തി. വെഡിങ് മേക്കപ്പിനായിരുന്നോ? 8 o'clock. ഇപ്പൊ എത്ര മണി ഉറങ്ങി എണീച്ചപ്പോ? 8 o'clock. 8 o'clock. അപ്പം വെഡിങ്ങിന് 2 hours he is driving because I was so tired. ഇപ്പൊ ഡ്രൈവറിന് അറിയില്ലായിരുന്നോ ഗുരുവായൂരായിരുന്നു എന്ന്? നോ, ആൾക്ക് ഞാൻ പറഞ്ഞ സെറ്റിൽ എത്തണം. 2 hours നമുക്കുണ്ടോ? ഗുരുവായൂർ ടു എറണാകുളം ഒരു 1.5 hours, 30 minutes ചേട്ടല്ല അല്ലേ? നമുക്ക് അത്ര ഡിസ്റ്റൻസ് ഉള്ളൂ. ഈ ആള് തിരിച്ച ആൾക്ക് എന്താ പ്രാർത്ഥന എനിക്കല്ല. ഒരു ദിവസം കൂടെ വന്ന് ചേർത്തല വരുന്നതിന് പകരമാണ് ആള് എടപ്പലെത്തി. ഓക്കെ, ഞാൻ തിരിച്ചാ വിചാരിച്ചു ചേർത്തലയിൽ നിന്ന് ഗുരുവായൂർ പോവാണെന്നും. ഗുരുവായൂരിൽ നിന്ന് ചേർത്തലയ്ക്ക് വരുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയി. അടിപൊളി. മുഹൂർത്തം 10 o'clock. എന്നിട്ട് പിന്നെന്ത് ചെയ്തു? ഞാൻ ബ്രൈഡിനെ വിളിച്ചിട്ട് ഞാൻ കാര്യം പറഞ്ഞു. ബ്രൈഡ് പറഞ്ഞ് ഐ നോ യു വിൽ ഡു 10 minutes ഓൾസോ. Try to reach 10 o'clock. No, you will reach 9:45. ഞാൻ ഡ്രൈവർക്ക് പറഞ്ഞു, ഞാൻ പറഞ്ഞു if it's happening accident, if you are dying, I am dying, I don't care. You have to make me reach from Edappal to Chetala 2 hours. 1 hour 45 minutes. I don't know. I said, cut this side, left, right. He's sweating and running Benz, luckily. That's why that much pickup and safety. I reached correct 9:50. 10 o'clock Muhuratham. I throw 2 bag. There's a 2-3 girl and bride in the family. That was said again. Nalla adi kittu at the side. Amma bride ke switch. Inne kalyanam nadakillengil ivalde kude poi kala varade. പെരുന്ന് ചിരിക്കണോ? ബ്രൈഡ് പറഞ്ഞ പോയി കളയാൻ പറഞ്ഞത്. Because everyone said he was very confident അല്ലേ? She's really confident. And then ഞാൻ പറഞ്ഞ പോലെ അടുത്തൊരു ബ്യൂട്ടീഷ്യൻ ആൻറ്റി ഉണ്ടോ? സോ മമ്മി പറഞ്ഞ കുഴപ്പമില്ല, ജാനു ഭാരത്തെ റിസപ്ഷൻ ഉണ്ടല്ലോ, മുഹൂർത്തം പോയി കഴിഞ്ഞിട്ട് ജാനു ഭാരത് റിസപ്ഷനിൽ ജാനു അച്ഛൻ ചെയ്തിരിക്കണം. ഈവനിങ് റിസപ്ഷൻ ഉണ്ടോ? ജാനു ചെയ്യും. കുട്ടിക്ക് പറ്റില്ല, ഞാൻ മാത്രം ചെയ്യണം. Then groom calling me. I said, I'm reaching. She said, you will do in 10 minutes also. I'm confident. 10 minutes, photographer was moving the camera. First, normally we'll do the side draping last. I did first side draping, hairstyle, jewelry setting, then makeup. Pata, correct. Total 9 minutes. 9 minutes le makeup or bridal makeup finish it in the life. And she looks so beautiful. That cameraman was telling, ഇന്നാണ് എനിക്ക് മനസ്സിലായി ജാൻമണി ആ പേരെ പറഞ്ഞ സാധനം കറക്റ്റ് മെജിക്കൽ ഹാൻഡ് ആണ്. നിങ്ങൾ തൊട്ടിട്ട് തീരിന് മേക്കപ്പ് തിരിന്. Because they was like very
യൂഷ്വലി ബ്രൈഡൽ മേക്കപ്പ് ചെയ്യാൻ എത്ര എടുക്കും ടൈം? For me, 1.5 hours. 1.5 hour everything. That also like talking, laughing. ഉറപ്പല്ലേ ഇങ്ങനെയല്ലേ സംസാരിച്ച സംസാരിച്ച് ചെയ്തില്ല 1.5 hours. അല്ലെങ്കിൽ 45 minutes. പെട്ടെന്നാണെങ്കിലും ചെയ്യും. അയ്യോ, ഇപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈ മെന്റൽ പ്രഷറൊക്കെ എങ്ങനെയാ ഡീൽ ചെയ്യുന്നേ? Everyone, Shashank, Avinash, they are saying, we'll never go. You have that guts, no, to going there. I said, because she's trusting me. Then after that evening reception, groomയുടെ അനിയത്തി പറഞ്ഞു, എൻ്റെ കല്യാണത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചി മാത്രം മേക്കപ്പ് ചെയ്യണം. കാരണം 10 മിനിറ്റിൽ ചേച്ചി എത്ര സുന്ദരി ആക്കണമെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ഹാഫ് ആൻ അവർ കിട്ടിയിട്ടില്ലേ എത്ര സുന്ദരി ആക്കും. And I did their wedding, 3 wedding done. Their family. Full family. Because they understood I'm genuine. Because if I'm not going, if I'm like leaving someone, so അങ്ങനെ ഉണ്ടെങ്കിൽ ആൾക്കാർ വിചാരിക്കും ചീറ്റിംഗ് ചെയ്ത്. പക്ഷെ ആ ടൈമിൽ ഞാൻ എത്തിയിട്ട് ഞാൻ ഇറങ്ങുന്ന ടൈമിൽ ഞാൻ വിളിച്ച് കുട്ടിക്ക്. പിന്നെ ഒരു ബ്രൈഡിനെ എങ്ങനെയായി ഞാൻ ഈ മെൻ്റൽ പ്രഷർ എങ്ങനെ ചെയ്തിട്ട് എൻ്റെ ഫ്ലാറ്റിൻ്റെ മേലിലേക്കാണ് ബ്രൈഡ് ഹൗസ് മേലെ 8th ഫ്ലോർ. ഐ വാസ് ഇൻ 3rd ഫ്ലോർ. ദീദി സമുദ്ര ദർശൻ. 5 മണിക്കൂർ ബ്രൈഡിനെ കൂടെ ഞാൻ സംസാരിച്ച് ഞാൻ അപ്പം മുല ഇറങ്ങാൻ ടൈമിൽ വിളിക്ക് പറഞ്ഞിട്ട് ഈ ജാറു ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ പ്രഷർ ലോ ആയി ഞാൻ വിരിഞ്ഞ്. അയ്യോ, ഫെയിൻറ്റ് ചെയ്ത് വിരിഞ്ഞ്. വീട്ടിൽ ആരും ഒറ്റയ്ക്ക് താമസിക്കണില്ല. വിരിഞ്ഞ് എനിക്ക് ബോധമേ ഇല്ല. കുട്ടി ഡോർ ഓപ്പൺ ആണ്. കുട്ടി ചിലപ്പോൾ ആ ഡോർ ഓപ്പൺ ആക്കിയിട്ടില്ല എനിക്ക് കാണാൻ പറ്റും. ഡോറിൻ്റെ അടുത്ത് ഞാൻ ഫെയിൻ്റായിട്ട് വിരിഞ്ഞ് 12 o'clock എന്താ പറഞ്ഞ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞ എല്ലാവർക്കും വിളിച്ച് മുഹൂർത്തം കഴിഞ്ഞ്. ലക്കിലി ശശാങ്ക് പോയിട്ട് മേക്കപ്പ് ചെയ്ത് കൊടുത്ത്. ശശാങ്ക് ജർമ്മനി ലേറ്റായി പോവും ഉറപ്പാണ്. The bride says, no, we spoke. She was ready. She said, going time, I put the calling bell. She didn't open the door. My door was open. If she pushed it, she can see me, I'm falling down. Then, 12 till 12 o'clock. അയ്യോ, അങ്ങനെ പ്രശ്നമുണ്ടോ ശരിക്കും? ബാബി വന്നേ. ഫ്രണ്ട് വന്നു. ഇപ്പൊ ആളല്ലേ. നമ്മൾ ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനെ പറ്റി പറയണം കേട്ടോ. സോ എൻ്റെ ഫ്രണ്ട് അവനൊക്കെ വിളിച്ചെല്ലാവരും. അവന് ഡോറ് തുറക്കില്ല പറഞ്ഞിട്ട് അവനക്ക് അറിയില്ല ഡോർ ഓപ്പൺ ആണ്. 7 floor ടോട്ടൽ. ബിൽഡിങ്ങിൻ്റെ 3 floor ഉണ്ടായി. ആ ഫ്ലോറിൽ കയറിയിട്ട് മേലെ വന്ന് ബാൽക്കണിയിൽ കയറി കണ്ട് ഞാൻ അവരുടെ വീടിന് വെള്ളം വന്നിട്ട് മുകളിൽ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന നോക്കണ്ടേ. എന്താ ചെയ്യ അപ്പം തന്നെ മനസ്സിലായി, ഓ എനിക്ക് പ്രഷർ ഭയങ്കര ലോ ആയി പോയി. ലോ ആണല്ലേ? ഉണ്ടോ പ്രഷർ? ഇല്ല, ഇപ്പൊ ഒരു ടൈമിൽ സംഭവിച്ചതാ കുറെ വർഷം മുമ്പ്. 2000 ആ ഫ്ലാറ്റ് നമ്മൾ 2018 മുന്നേ. കാരണം ആ ടൈമില് ഭയങ്കര ഒരു നമ്മൾ പിക്കപ്പ് ടൈം ഭയങ്കര ബിസി. ഒരുപാട് വർക്ക് ഓടി നടന്ന് ചെയ്യുന്ന ഫുഡൊന്നും മര്യാദയ്ക്ക് ടൈമിൽ കഴിക്കില്ല. ഒരു ദിവസം എത്ര വർക്കൊക്കെ എത്ര ഡിഫറെന്റ് വർക്ക് ചെയ്തിട്ടുണ്ട്? റെക്കോർഡ് എന്താ? 8 വെഡിങ് എ ഡേ. അപ്പൊ ഈ വെഡിങ് ഒക്കെ എന്ന് പറയുന്നത് എല്ലാം രാവിലെ തന്നെ ആയിരിക്കുമല്ലോ. 8 ബ്രൈഡ്സിന്. അമ്മ. ദാറ്റ് ഓൾസോ നോട്ട് ഇൻ വൺ പ്ലേസ്. പിന്നെ 2 വെഡിങ് എനിക്ക് എന്റെ മിസ്റ്റേക്ക് ആയി. കാരണം 2 ബ്രൈഡിന്റെ പേര് മാറിയ 2 കല്യാണം ഡബിൾ ബുക്കിംഗ് ആയി പോയി. 2 ഓരോ കുട്ടിയുടെ അമ്മ വിളിച്ച് ഞാൻ മാറിയത് അമ്മ പറഞ്ഞ്. ഓരോ കുട്ടി ലണ്ടനിൽ വിളിച്ച് she called herself. So both are living in UK. Okay. Both wedding is Le Méridien on 28 December 2018. Okay. ആ ഡേറ്റ് മറക്കൂലല്ലോ ഒരിക്കലും. എങ്ങനെ മറക്കും? ആ ദിവസം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ബ്രൻഡി പറഞ്ഞിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. ബ്രൻഡി വൊമിറ്റ് ചെയ്ത് ലാസ്റ്റ്. കാരണം നമ്മൾ ഒന്നും കഴിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല. 2 o'clock ഗുരുവായൂരിൽ സ്റ്റാർട്ട് ചെയ്ത് 4 o'clock ഗുരുവായൂർ കഴിഞ്ഞിട്ട് ഇരുന്നാലെ കൂടെ അവിടെ സ്റ്റാർട്ട് ചെയ്ത് 6 o'clock നമ്മൾ പഴവൂരിലെ ഒരു മേക്കപ്പ് അതാ കഴിഞ്ഞിട്ട് വന്നിട്ട് എനിക്ക് എറണാകുളമിലെ ഈ 4 കഴിഞ്ഞിട്ട് ഈ 2 അവിടെ ഉണ്ടോ 7 ടോട്ടൽ. സോറി, നോട്ട് 8, 7 വെഡിങ്. 2 ഞാൻ വിസിറ്റ് ഓരോ വെഡിങ്. സോ എത്തിയിട്ട് എനിക്ക് ഒരു ബ്രൈഡ് പറഞ്ഞ് എനിക്ക് 1 o'clock പറഞ്ഞ്, അമ്മ പറഞ്ഞ് 1 o'clock പറഞ്ഞ്, ബ്രൈഡ് പറഞ്ഞ് 11 o'clock. സോ ഞാൻ കൺഫ്യൂസ് ഞാൻ 11 o'clock എത്തി. കാരണം ഐ ഹാവ് ദാറ്റ് അനദർ വൺ നോർത്ത് ഇന്ത്യൻ വെഡിങ് സെറയില്ലേ. ഏതാ ദിവസം മനസ്സിലായോ? നമ്മളുടെ ഈ ക്രൗൺ പ്ലാസിന്റെ മുന്നേ ബ്രീസ് ഒരു പീസ് താഴെ പോയല്ലേ.
ബ്രിഡ്ജോ? ആ ഓവർ ബ്രിഡ്ജ് ഉണ്ടല്ലേ നമുക്ക് പാലം പണിതുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് പൊളിഞ്ഞു വീണ ദിവസം. മനസ്സിലായി. ആ ദിവസം അതാണ് ഡേറ്റ് കറക്റ്റ്ലി നമ്മള് കണ്ട് മേക്കപ്പ് സെറ്റ് ടൈമിൽ കണ്ടത് വീണ് പോകുന്നല്ലേ? ഫ്രണ്ടിലാണല്ലോ.